പ്രതിഷേധ പൊങ്കാലകളും നമ്മൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധാരാളമായിട്ട് കാണും എന്നുള്ളതാണ്. ഇതിപ്പോ ഒരു കൂട്ടം പ്രതിഷേധിക്കുന്ന യുവാക്കളെ നമുക്ക് ഇവരുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസം നമ്മൾ വലിയ ശക്തമായ രീതിയിൽ കണ്ടതാണ്. ഇത്തവണയും അവർ ഇപ്പോഴും ഈ ദിവസവും പൊങ്കാല ദിവസവും ഇവരിവിടെ ഇതേ സ്ഥലത്ത് തന്നെ സെക്രട്ടേറിയറ്റ് നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിന് മുൻപിൽ പ്രതിഷേധമുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് നിങ്ങൾ ഒരുങ്ങുന്നുണ്ടോ? പൊങ്കാല പ്രതിഷേധമുണ്ടോ? ഞങ്ങൾ പൊങ്കാല ഇടുന്നുണ്ട്. പൊങ്കാല ഇട്ടുകൊണ്ടാണ് ഇന്ന് പ്രതിഷേധിക്കുന്നത്? പ്രതിഷേധമായിട്ടുമല്ല, അതൊരു ആചാരമാണല്ലോ, അപ്പൊ അതിന്റെ കൂടെ പൊങ്കാല ഇടുന്നുണ്ട്. അതായത് ഇന്നപ്പം പൊങ്കാല ഇട്ട് കൂടാനുള്ള ഒരു പ്രതിഷേധമല്ല, പൊങ്കാല ഇടുവാണ്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ആളുകൾ ഒന്നും കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം തേടി തന്നെയാണോ? അല്ല, നമ്മളെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അങ്ങ് ചെയ്യുവാണ്. വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുവാണ്. പ്രതീക്ഷയും എല്ലാ പ്രശ്നങ്ങളും അവസാന ആശ്വാസമായിട്ടാണ് വിശ്വാസികള് ആറ്റുകാല അമ്മയും പൊങ്കാല അർപ്പണവും ഒക്കെ കരുതുന്നത്. നിങ്ങളും ആ വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ പുറത്താണ്? നാളെ ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറി ആ ജോലിയിലേക്ക് ഉടൻ കയറാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് അല്ലേ? രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പൊങ്കാല ഇടുന്നത്. പേരെന്താ? ആനന്ദ്. എവിടുന്നാ വരുന്നേ? കൊല്ലം. ഇതിപ്പോ എത്ര ദിവസമായിട്ട് നിങ്ങൾ ഇവിടെ? ഈ 13 ദിവസമായി. നമ്മള് ദൃശ്യമാധ്യമങ്ങളിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ കണ്ടു ശയന പ്രദക്ഷിണം നടത്തിയും വളരെ അങ്ങനെ കഠിനമായിട്ടുള്ള സമരമുറകളൊക്കെയാണ് നിങ്ങൾ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. കാണുന്ന എല്ലാവർക്കും കണ്ണ് നനയുന്ന കാഴ്ചകളായിരിക്കും. പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ CPO ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആ ഒരു നിയമനം ആകാത്ത ആ ഒരു പ്രക്രിയയിലേക്ക് കടക്കാത്തതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഇവർ ഈ 13 ദിവസമായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന പ്രതിഷേധം. എന്തായാലും ഇന്ന് ഈ പൊങ്കാല ദിവസം അത്തരത്തിൽ പൊങ്കാല അർപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ മഹോത്സവത്തിൽ പ്രതിഷേധമല്ല, ഞങ്ങളുടെ ഒരു പ്രതീക്ഷയാണ്. നമ്മൾ വിചാരിച്ചത് ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതത്തിൽ അത്രയേറെ പ്രതീക്ഷ കൊടുക്കുന്ന ഒരു ദിവസമാണ്. കാര്യം ഇത്ര ആൾക്കാർ ആറ്റുകാലമ്മനെ വിശ്വസിച്ച് ഇവിടെ പൊങ്കാല ഇടുമ്പോഴത്തേക്കും ആ വിശ്വാസത്തിൽ പങ്കാളിയായിരുന്നുകൊണ്ട് ഞങ്ങളും പൊങ്കാല ഇടുന്നുണ്ട്. ഒരു 10ഓളം പൊങ്കാല ഞങ്ങൾ തന്നെ ഇവിടെ ഇടുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ ഒരു അവസ്ഥ കണ്ടെങ്കിലും ഗവൺമെൻറ് ഞങ്ങളോട് കനിയണമെന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാനുള്ളത്. ഇപ്പൊ ഇത്രയും ദിവസമായി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനവും ഉണ്ടായിട്ടില്ല. അപ്പോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങളിവിടെ കാണിക്കാനില്ലാത്ത അഭ്യാസങ്ങളില്ല. കാര്യം ഇവിടെ തന്നെ ഇനി ചെയ്യാൻ ഞങ്ങൾക്കൊന്നും തന്നെ ഇല്ല. കാണാത്ത അധികൃതരും ഇല്ല എന്നാണോ? കാണാത്ത അധികൃതരും ഇല്ല. അത്ര ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട്. ഇവിടുത്തെ വെയിലെന്ന് പറയുന്നത് 37-38 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. ആ ചൂടിനെ ഞങ്ങളിവിടെ ഞങ്ങളുടെ ഈ റോഡിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഞങ്ങളുടെ തൊലി ഉൾപ്പെടെ ഞങ്ങളുടെ ചോരയുടെ ഗന്ധമുണ്ട് ആ റോഡിൽ. അത്രയും കഷ്ടപ്പെടുന്നുണ്ട് ഓരോ ഉദ്യോഗാർത്ഥികൾ. അപ്പം ഇനിയെങ്കിലും ഞങ്ങളോട് കാരണം തോന്നി ഞങ്ങളെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുത്. ഞങ്ങളുടെ ജീവിതമാണ്, ഞങ്ങളെപ്പോലെ തന്നെ 10-10,000 കുടുംബത്തിൻ്റെ ജീവിതമാണ്. ഈ ഒരു ജോലി മാത്രമാണ് ഞങ്ങളോട് ആശ്രയിക്കുന്നത്. ഞങ്ങൾക്ക് മറ്റൊരു മേഖലയിൽ എക്സ്പീരിയൻസ് തെളിയിക്കാൻ ഇല്ല. കാര്യം ഇത് ഞങ്ങളുടെ 5 വർഷമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 വർഷം. അതുകൊണ്ട് തന്നെ സർക്കാരിനകത്ത് കണ്ണു തുറന്ന് കാണണമെന്നുള്ളതാണ് അമ്മയോടും ജനങ്ങളോടും പറയാനുള്ളത്. അപ്പൊ അനുകൂലമായ ഒരു ഉത്തരവ് വരുന്നത് വരെ ഈ പ്രതിഷേധം ഇതുപോലെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങളുടെ ഈ ഇരിക്കുന്നതൊക്കെ ഞങ്ങളുടെ ബറ്റാലിയനിൽ റാങ്ക് ഹോൾഡേഴ്സിന്റെ അമ്മമാരാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പൊങ്കാലയുടെ. ഓ, അത് ശരി. ഓ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ള ആളുകളാണല്ലേ ഇത്? അതാണ്, കുടുംബത്തിൽ നിന്നുള്ള ആളുകളും ഇവിടെ ഈ പ്രതിഷേധക്കാർക്കൊപ്പം എത്തി പൊങ്കാല അർപ്പിക്കുകയാണ്. ഇതൊരു പ്രതിഷേധ പൊങ്കാല എന്നുള്ളതല്ല. ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സകല പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു അവസാന വാക്ക് പ്രതീക്ഷ എന്നുള്ളതാണല്ലോ ഇവര് എല്ലാവരും, വിശ്വാസികളെല്ലാം ആറ്റുകാലമ്മയും ഈ പൊങ്കാലയും ഒക്കെ കാണുന്നത്. അത്തരത്തിൽ അവരുടെ ഒരു പ്രതീക്ഷയായിട്ടാണ് ഇവിടെ വന്ന് ഈ പൊങ്കാല, ഇന്ന് ഈ പ്രതിഷേധ ദിവസം പൊങ്കാല ഇടുന്നത്.